വണ്ടിപ്പെരിയാർ 63 മൈലിലെയും സമീപ പ്രദേശങ്ങളിലെയും വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 63 മൈലിൽ ആരംഭിച്ച നിരാഹാര സമരത്തിൽ വനംവകുപ്പിന്റെ ഇടപെടൽ. കോട്ടയം ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തി പ്രദേശത്ത് ശല്യമായി വിഹരിക്കുന്ന കാട്ടുപോത്തുകളെ തുരത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും മത സാംസ്കാരിക നേതാക്കളും രംഗത്തെത്തിയിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ് എന്നും സ്വന്തം. ഒരു കൃഷി ഓഫീസർ ഈ വീടത്ത് വന്ന് ഈ അവസ്ഥയിൽ നിന്ന് അന്വേഷിക്കണമായിരുന്നോ? അവര് കർഷകരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അവരെന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ഒരു വിശദമായ അന്വേഷണം പോലും നടത്തിയിട്ടില്ല? അവര് ഓണക്കടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞവരാ കൃഷിസ്ഥലം കാണാതെ. വണ്ടിപ്പെരിയാർ 63 മൈലിലെയും സമീപ പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. സമരം ആരംഭിച്ചതോടുകൂടി വിജയപുരം രൂപതാമെത്രാൻ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിയിൽ അടക്കമുള്ള മത നേതാക്കളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സമരത്തിന് പിന്തുണയറിയിച്ച് എത്തിയിരുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു സമരം നമ്മുടെ സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാട്ടുപോത്ത് അത് കുത്തി വലിച്ചെറിഞ്ഞ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കർഷകയ്ക്ക് നേരെയുണ്ടായ കാട്ടുപോത്തിന്റെ ആക്രമണത്തോടു കൂടിയായിരുന്നു വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാവാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നറിയിച്ച് കർഷക കൂട്ടായ്മ രംഗത്തെത്തിയത്. തുടർന്നാണ് കോട്ടയം ഡിഎഫ്ഒയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ RRT ടീമിനൊപ്പം സമരപ്പന്തലിലെത്തി ചർച്ച നടത്തിയത്. പ്രദേശത്ത് ഇപ്പോൾ അപകടകാരികളായി വിഹരിക്കുന്ന കാട്ടുപോത്തുകളെ തുരത്തുകയോ ഇത് സാധിക്കാത്ത പക്ഷം മയക്കുവെടി വെച്ച് കൊണ്ടുപോവുകയോ വന അതിർത്തിയോട് ചേർന്നുള്ള ട്രെഞ്ചുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി മുള്ളുവേലികൾ സ്ഥാപിക്കണം എന്നാണ് കർഷകർ ആവശ്യപ്പെട്ടത്. പ്രദേശത്തെ കാട്ടുപോത്ത് ശല്യത്തിന് പരിഹാരമായി ആദ്യപടി എന്ന വണ്ണം തങ്ങൾ വന അതിർത്തികൾ സന്ദർശിച്ച് RRT ടീമിനെ നിയോഗിച്ച് പരിശോധന നടത്തിയ ശേഷം അടുത്ത ദിവസം തന്നെ കാട്ടുപോത്തുകളെ തുരത്തുവാനുള്ള നടപടികൾ ഉണ്ടാവുമെന്നും ട്രെഞ്ചുകൾ പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുമെന്നും അപകടകാരിയായ കാട്ടുപോത്തിനെ തുരത്തുവാൻ സാധിക്കാത്ത പക്ഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് മയക്കുവെടി വെച്ച് പ്രദേശത്തു നിന്നും നീക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും കോട്ടയം DFO N രാജേഷ് അറിയിച്ചു. പ്രധാനമായിട്ടും ഈ കാട്ടുപോത്തിന് അതിൽ അക്രമകാരിയായ ഒരു പ്രത്യേകിച്ചും ഐഡന്റിഫൈ ആവുന്ന ഒരു കാട്ടുപോത്തുണ്ട്. അതിനെ അവിടുന്ന് മാറ്റിയേ തീരുള്ളൂ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. അപ്പോൾ ആ കാട്ടുപോത്തിനെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 3-4 കാട്ടുപോത്തിനാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഈ കൃഷിയുടെ ഏരിയയിലുള്ളത്. അപ്പോൾ അതിനെ ഒന്നിനെയല്ല എല്ലാത്തിനും തന്നെ നമ്മളിവിടുന്ന് ഒരു ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ അതിനെ ഡ്രൈവ് ചെയ്തത്, അതായത് അതിനെ തിരിച്ച് ഒരു 1.5 കിലോമീറ്റർ കാട്ടിൽ നിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത്. തിരിച്ച് അതിനെ കാട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി നാളെ തന്നെ ആരംഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തൊട്ട് 2 ടീം ഉണ്ടാവും ഫീൽഡിൽ. ഈ 2 ടീം ഓർഡർ ചെയ്തിരിക്കും. അതിന് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഇതിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഈ കാട്ടുപോത്തിനെ നിരീക്ഷിച്ച് അതിനെ തിരിച്ച് അപ്പുറത്ത് പടക്കും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അപ്പുറത്തേക്ക് ഓടിച്ചു വിടുന്നതിനുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കാതെ വന്ന ഈ അപകടകാരിയായ കാട്ടുപോത്ത് തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുഖ്യ വന്യജീവി വനപാലകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങി അതിനെ മയക്കുവെടി വെച്ച് ഈ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഇതുകൂടാതെ ഈ മൃഗങ്ങളെ നമ്മൾ അപ്പുറത്തേക്ക് കാട്ടിനുള്ളിലേക്ക് കടത്തി വിട്ടതിന് ശേഷം നിലവിൽ അവിടെ ആന ട്രഞ്ചുണ്ട്, ചില ഭാഗങ്ങളിൽ അത് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതിന് അടിയന്തരമായിട്ട് ഇപ്പം അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി ഓൾറെഡി എടുത്തു കഴിഞ്ഞ് ടെൻഡറെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അത് അടിയന്തരമായിട്ട് തന്നെ 2-3 ദിവസത്തിനകത്ത് ആ ജോലി ആരംഭിക്കും. അത് കൂടാതെ അഡീഷണലായിട്ട് ആ ട്രെഞ്ചിൻ്റെ കൂടെ തന്നെ കാട്ടുപോത്ത് വീണ്ടും ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോളാർ ഫെൻസിങ്ങിൻ്റെ ഒരു 3 ലൈനോ 4 ലൈനോ ഉള്ളൊരു സോളാർ ഫെൻസിങ് കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഒരു 3 കിലോമീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് വന്നത് ട്രെഞ്ചിൻ്റെ ഇങ്ങേ സൈഡിൽ കമ്പിവേലി ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു ഫെൻസിങ് ചില ഭാഗങ്ങളിലും വേണ്ടി വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഫീൽഡ് പരിശോധിച്ചിട്ട് അതിൻ്റെ ആവശ്യകത തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് കോട്ടയം DFO തേക്കടി DD പാട്ടിൽ സുയോഗ് സുഭാഷ് റാവു IFS, തേക്കടി AFD സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ RRT ടീമിനൊപ്പം തൊണ്ടിയാർ വന അതിർത്തി മേഖലയിൽ പരിശോധന നടത്തി. ഇതോടൊപ്പം കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ, KA സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപ അധ്യക്ഷൻ ഷാരി ബിനുശങ്കർ, ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ, BJP ജില്ലാ ഉപ അധ്യക്ഷൻ K കുമാർ,
പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ എന്നിവരും സത്യാഗ്രഹ സമരത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിയിരുന്നു. തുണ്ടിയാർ വന അതിർത്തി മേഖലകൾ സന്ദർശിച്ച് ശേഷമെത്തിയ വനപാലക സംഘം കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ല എന്ന കർഷകയ്ക്ക് അടിയന്തര ചികിത്സ ധനസഹായം എത്തിക്കുവാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അറിയിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ബെഞ്ചമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സത്യാഗ്രഹ സമരത്തിൽ നിരാഹാരമിരുന്ന മാർട്ടിൻ കൊച്ചുപുരയ്ക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് എന്നിവർക്ക് നാരങ്ങാനീർ നൽകിയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.